ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളുടെ ഈ വർഷത്തെ കെട്ടിട നികുതി എല്ലാവരും അടച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി ടാക്സ്, അതായത് കെട്ടിട നികുതി അടക്കാൻ വേണ്ടി ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി ക്യൂ നിൽക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കെട്ടിട നികുതി അടക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കെട്ടിട നികുതി എങ്ങനെയാണ് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ടാക്സ് അഥവാ പ്രോപ്പർട്ടി ടാക്സ് ഓൺലൈനായിട്ട് പേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളവിടെ സെർച്ച് ചെയ്യേണ്ട ഭാഗത്ത് സഞ്ജയ ഓൺലൈൻ ടാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതും കമ്പ്യൂട്ടർ വഴി ചെയ്യുന്നതും സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ കാണുന്നത് ഒന്നുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് സഞ്ജയ് എന്നൊരു സൈറ്റ് വഴിയാണ്. ഇപ്പോൾ സഞ്ജയ് വഴി നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ടാക്സ് മാത്രമേ ഉള്ളൂ. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ KSmart എന്ന വെബ്സൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സഞ്ജയ എന്നുള്ളത് അതുകൊണ്ടാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ സെർച്ച് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്നാമത്തെ റിസൾട്ട് കാണാം, LSGD കേരള എന്നുള്ളത്. അപ്പോൾ സഞ്ജയ ഓൺലൈൻ സർവീസസ് എന്നുള്ളത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, പേയ്മെൻറ്റ് ഫോർ രജിസ്റ്റേർഡ് യൂസേഴ്സ് എന്നും ക്വിക്ക് പേ എന്നും എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് ഉപയോഗിക്കാനായിട്ട് പേയ്മെൻറ്റ് ഫോർ രജിസ്റ്റേർഡ് യൂസേഴ്സ് എന്നുള്ള പോർട്ടൽ വഴി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യാതെ പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടി ക്വിക്ക് പേ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ ഡിസ്ട്രിക്ട് നെയിം എന്നുള്ളതാണ്. അതിൽ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത കോളത്തിൽ വരുന്നത് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളതാണ്. അതിൽ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനടുത്ത ഓപ്ഷനിൽ വരുന്നത് ലോക്കൽ ബോഡി നെയിം എന്നുള്ളതാണ്. അതിൽ നമ്മുടെ പഞ്ചായത്ത് നെയിം നമ്മൾ അവിടുന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനടുത്ത കോളത്തിൽ വരുന്നത് വാർഡ് ഇയർ എന്നുള്ളതാണ്. അതിൽ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അവസാന വാർഡ് വിഭജനം ചെയ്ത വർഷമാണ്. അപ്പോൾ അതിൽ അവസാനത്തെ വർഷം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനടുത്ത കോളത്തിൽ വാർഡ് നമ്പർ, ഡോർ നമ്പർ, സബ് നമ്പർ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ വാർഡ് നമ്പർ ഏതാണോ അത് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഡോർ നമ്പർ എന്നുള്ളതാണ്. അതിൽ നമ്മുടെ വീട്ട് നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ട് നമ്പർ നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് സബ് നമ്പർ എന്നുള്ളതാണ്. ആ കോളത്തിൽ നമ്മുടെ സബ് നമ്പർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഈ സെർച്ച് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇവിടെ താഴ്ഭാഗത്ത് ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ രണ്ടും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇമെയിൽ ID എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഒരു ഇമെയിൽ ID നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഒരു കോഡ് അതിന് താഴെയുള്ള ഒരു കോളത്തിലായിട്ട് കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു കോഡ് വായിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ റിഫ്രഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോഡ് മാറി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കോഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെയുള്ള പേ നൗ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാനറ ബാങ്ക് എന്നുള്ള ഇതൊന്ന് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, വാലറ്റ്, QR കോഡ് എന്നിങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് അതിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ കാർഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള പേജ് വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയായിട്ട് മേക്ക് പേയ്മെൻറ്റ് ഫോർ റുപ്പീസ് എന്നുള്ളതിൻ്റെ കൂടെയായിട്ട് നമുക്ക് പേ ചെയ്യാനുള്ള ഒരു എമൗണ്ട് കൂടെ അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് കംപ്ലീറ്റ് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിന് താഴെയായിട്ട് എൻ്റർ OTP എന്നുള്ളൊരു ഭാഗമുണ്ട്. അവിടെ നമ്മുടെ മൊബൈലിലേക്ക് വന്നുള്ള ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഈ ഒരു സബ്മിറ്റ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്നുള്ളൊരു പേജ് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് കംപ്ലീറ്റ് കാണാം. ട്രാൻസാക്ഷൻ നമ്പർ, സ്റ്റാറ്റസ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് റെസിപ്റ്റ് ഡേറ്റ് ആണ്. അവിടെ നമ്മൾ ചെയ്ത ഡേറ്റ് കാണാം. ട്രാൻസാക്ഷൻ എമൗണ്ട് എന്നുള്ളതും കാണാം അടുത്ത കുളത്തിലായിട്ട്. അതിന് താഴെയായിട്ട് ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡൗൺലോഡ് റെസിപ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ടാക്സ് പേയ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ബിൽഡിംഗ് ടാക്സിൻ്റെ റെസിപ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പിന്നീട് ഒരു ആവശ്യത്തിന് ഈ ഒരു റെസിപ്റ്റ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ വീണ്ടും ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷനിൽ ഇതുപോലെയുള്ള ഈ ഒരു പേജിലോട്ട് തന്നെ വരിക.
ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ക്വിക്ക് പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറുമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവിടെ ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള ഈ സെർച്ച് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് റെസിപ്റ്റാണോ വേണ്ടത് എന്നുള്ളത് അതിന് നേരെയുള്ള ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, അതായത് കെട്ടിട നികുതിയൊക്കെ നമുക്ക് ഓൺലൈൻ വഴി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ റെസിപ്റ്റ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.